ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ക്ലാസ് 4 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈൻസ് ആൻഡ് ഷേപ്സ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സീ ആൻഡ് ഡ്രോ. യു സോ ദ പിക്ചർ ഓൺ ദ ഫസ്റ്റ് പേജ് ഡിഡിൻറ്റ് യു? അപ്പോൾ ആദ്യത്തെ പേജിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഡിഡ് യു നോട്ടീസ് ദ പിക്ചർ ഓൺ ദ വാൾ? ചുമരിലുള്ള പിക്ചർ നോട്ടീസ് ചെയ്തോ? ഡ്രോ ദ പിക്ചർ യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പിക്ചർ മൈ ഡ്രോയിങ്ങിൻ്റെ അവിടെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സെലിബ്രേഷൻ. വാട്ട് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ 8th of June ഇൻ കടലങ്കുണി സ്കൂൾ? ഓക്കെ, അപ്പോൾ ആ സ്കൂളിൽ എന്താണ് നമ്മൾ 8th ജൂണിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചർ നന്നായിട്ട് വേൾഡ് ഓഷ്യൻ ഡേ ആണ് കേട്ടോ. വേൾഡ് ഓഷ്യൻസ് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത്. ആ ചിത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് കളർ ദ ഫിഷ് ആണ്. ദർ ഈസ് ആൻ എക്സിബിഷൻ ഇൻ കടലുകണി സ്കൂൾ ആസ് എ പാർട്ട് ഓഫ് ദ വേൾഡ് ഓഷ്യൻ ഡേ സെലിബ്രേഷൻ. വേൾഡ് ഓഷ്യൻ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അനു, സുബി ആൻഡ് അതുൽ ആർ മേക്കിംഗ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പേപ്പർ ഫിഷസ് ഫോർ ഡെക്കറേഷൻ. അനുവും സുബിയും അതുലുമെല്ലാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പേപ്പേഴ്സാണ് എന്താണ് ഫിഷസ് ആണ് ഉണ്ടാക്കുന്നത്. ഓഷ്യൻ ഡേ സെലിബ്രേഷൻ ആ ഒരു ചിത്രത്തിൽ കാണുന്നില്ലേ? സി ഹൗ ദേ ഹങ് ദെയർ പേപ്പർ ഫിഷസ് ഡൂയിങ് സ്ട്രിങ്സ്. അപ്പോൾ സ്ട്രിങ്സ് ഉപയോഗിച്ചിട്ട് അവരെങ്ങനെയാണ് തൂക്കിയിടുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഡ്രോ ആൻഡ് കളർ. ഡ്രോ അതർ ഷേപ്പ് ജോയിനിങ് ദോസ് ബിലോ ടു മേക്ക് ഫിഷസ് ആൻഡ് കളർ ദം. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ഷേപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഫിഷിൻ്റെ ഷേപ്പ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഫിഗറിൽ ഒരു റെക്റ്റാങ്കിളാണ് കൊടുത്തിട്ടുള്ളത്. ആ റെക്റ്റാങ്കിളിൻ്റെ കൂടെ വേറെ ഷേപ്സ് ആഡ് ചെയ്തിട്ട് ഒരു ഫിഷിൻ്റെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഷേപ്സ് ആണ് കേട്ടോ. വാട്ട് ഓൾ ഷേപ്സ് ഡിഡ് യു നോട്ടീസ് ഇൻ ദ പേപ്പർ ഫിഷ്? അപ്പോൾ ഏതെല്ലാം ഷേപ്പിലാണ് നിങ്ങൾ ഈ പേപ്പർ ഫിഷ് നോട്ടീസ് ചെയ്യുന്നത്? ഡ്രോ ദ ഷേപ്സ് യു നോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നിങ്ങൾക്ക് അറിയുന്ന ഷേപ്സ് ഒക്കെ വരച്ചിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം, മൂന്നാമത് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം കേട്ടോ. അടുത്തത് ഈർക്കിൾ ഫിഷ്. നമുക്കൊരു ഈർക്കിൾ ഫിഷ് ഉണ്ടാക്കാം. മേക്ക് എ ഫിഷ് യൂസിങ് ഈർക്കിൾ ബിറ്റ്സ്. അപ്പോൾ ഈർക്കിൾ കഷ്ണം ഉപയോഗിച്ചിട്ട് ഫിഷ് ഉണ്ടാക്കാം. ദ പിക്ചർ ഷോ ദ ഫിഷ് അതുൽ മേഡ് ബൈ സ്റ്റിക്കിംഗ് ഈർക്കിൾ ബിറ്റ്സ് ഓൺ പേപ്പർ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പിക്ചർ അതുൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈർക്കിളിയൊക്കെ കുത്തിയിട്ട്. ക്യാൻ യു ആൾസോ മേക്ക് സച്ച് ഫിഗേഴ്സ്? നിങ്ങൾക്ക് അങ്ങനത്തെ ഫിഗേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? യൂസ് ദം ഫോർ ദ ഓഷ്യൻ ഡേ സെലിബ്രേഷൻ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക? ഓഷ്യൻ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ബട്ടർഫ്ലൈ ആണ്. ടു ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം ഇൻ ദ സ്കൂൾ ന്യൂ ഫിഗേഴ്സ് ആർ ടു ബി ഡ്രോൺ. അപ്പോൾ ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഫിഗേഴ്സൊക്കെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സീ ദ ബട്ടർഫ്ലൈ ഡ്രോൺ യൂസിങ് വേരിയസ് ഷേപ്പ്. പല ഷേപ്പ് ഉപയോഗിച്ച് വരച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ഒന്ന് നോക്കുക. കളർ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പ്രിറ്റി. അത് നല്ല രീതിക്ക് കളർ ചെയ്യുക, അതുപോലെ നല്ല പ്രിറ്റി ലുക്ക് ആക്കുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ. ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ഷേപ്സ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പസിൽ കോർണർ ആണ്. ഓൺലി 3 ലൈൻസ് ആർ നീഡഡ് ടു മേക്ക് മീ. എന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ 3 ലൈൻസിൻ്റെ ആവശ്യമുള്ളൂ. ഹൂ ഐ ആം, ഞാൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തത് മെഷറിംഗ് സൈഡ്സ് ആണ്. യൂസ് എ റെക്റ്റാങ്കിൾ കാർഡ് ഇൻ ദ മാത്ത് ബോക്സ് ടു ഡ്രോ എ സർക്കിൾ. അപ്പോൾ ഇവിടെ ഒരു കാര്യം, 3 ലൈൻസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നത് ആരാണ്? ട്രയാങ്കിൾ ആണ് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. മെഷറിംഗ് സൈഡ്സ്. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ കാർഡ് ഉണ്ടാക്കുക. ഈ മാച്ച് ബോക്സിൽ ഒരു റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 വശം ഉണ്ടായിരിക്കും അല്ലേ? 2 വശം സെയിം, മറ്റേ 2 വശം സെയിം. അതാണ് റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത. ഹൗ മെനി സൈഡ്സ് ഡസ് ദ റെക്റ്റാങ്കിൾ ഹാവ്? അവിടെ എത്ര ഉണ്ടാവും? 4. ആൻഡ് കോർണേഴ്സ് അതും 4 കേട്ടോ. യൂസ് റൂളേഴ്സ് ടു മെഷർ ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ യു ഹാവ് ഡ്രോൺ. അപ്പം നിങ്ങൾ വരച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ
സ്കെയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് അളന്നു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈഡ് 1 എന്തായിരിക്കും? സൈഡ് 1ഉം സൈഡ് 3യും സെയിം സെൻറ്റിമീറ്റർ ആയിരിക്കും. നിങ്ങൾ എത്രയാണ് വരച്ചില്ലേന്ന് എനിക്കറിയില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈഡ് 1 5 സെൻറ്റിമീറ്റർ, സൈഡ് 2 3 സെൻറ്റിമീറ്റർ, സൈഡ് 3 5 സെൻറ്റിമീറ്റർ, സൈഡ് 4 3 സെൻറ്റിമീറ്റർ. അതായത് ഓപ്പോസിറ്റ് സൈഡ്സൊക്കെ ഈക്വൽ ആയിരിക്കും നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ. അത് ജനറലായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം. ഡു യു നോട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദീസ് ലെങ്ത്? നിങ്ങൾ എന്താണ് ഈ ഒരു ലെങ്ത്തിൽ കണ്ടിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് ഈർക്കിൾ റെക്റ്റാങ്കിൾ ആണ്. See the shape Atul and Binsa made using ഈർക്കിൾ bits of length 8 cm and 5 cm. അപ്പോൾ അതുലും അതുപോലെ ബിൻസയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള റെക്റ്റാങ്കിൾ ആണ് ഈർക്കിൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ അടിഭാഗത്ത് കാണുന്നത് കേട്ടോ, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ അതിൻ്റെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു ലൈനിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇതും എന്തായിരിക്കും? 8 ആയിരിക്കും. അതുപോലെ ഈ 5ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 5 ആയിരിക്കും. അപ്പോൾ ബിൻസ വിച്ച് ഈസ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ അതുലുണ്ടാക്കിയതും ബിൻസ ഉണ്ടാക്കിയതും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് റെക്റ്റാങ്കിൾ? അതുലിൻ്റെ ആണല്ലേ. അപ്പോൾ അതുൽ എന്ന് പറയാം കേട്ടോ, അതുൽ റെക്റ്റാങ്കിൾ. ഇൻ അതുൽസ് ഫിഗർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഗോ സ്ട്രെയിറ്റ് അപ്പ്. ദ ഫിഗർ ബിൻസ മേഡ് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. വൈ? എന്തുകൊണ്ടാണ്? റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഇത് അങ്ങനെ നിൽക്കുന്നില്ല. റെക്റ്റാങ്കിളുടെ സ്പെഷ്യാലിറ്റീസ് പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. റെക്റ്റാങ്കിൾ ഹാസ് 4 സൈഡ്സ്. റെക്റ്റാങ്കിളിന് എത്ര വശമാണുള്ളത്? 4 വശമാണുള്ളത്. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ ഹൊറിസോണ്ടൽ. മേലെ വരച്ചതും താഴെ വരച്ചതും ഹൊറിസോണ്ടൽ, അതായത് നമ്മളിങ്ങനെ നേരെ വരച്ചു കൊടുക്കുന്ന ലൈനിലെ അത്. ഈ കുത്തനെ നിൽക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ വേർട്ടിക്കൽ എന്ന് പറയുന്നത്. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ കോൾഡ് വേർട്ടിക്കൽ. വേറെ 2 സ്പെഷ്യാലിറ്റി, അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചില്ലേ, അതൊക്കെ നമുക്ക് വേറെ 2 പോയിൻ്റ് ആയിട്ട് എഴുതി കൊടുക്കാം. അടുത്തത് ഡിഫറെൻ്റ് റെക്റ്റാങ്കിൾസ് ആണ് തന്നിട്ടുള്ളത്. ഈ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? 2ഉം റെക്റ്റാങ്കിൾ തന്നെയാണ് കേട്ടോ. See the rectangle Anoop draw using the rectangle card in small box. അപ്പോൾ നമുക്ക് നോക്കാം. റെക്റ്റാങ്കിൾ 1ൻ്റെ റെക്റ്റാങ്കിൾ ഒന്നുമില്ല. എന്താണ്? നമ്മൾ സൈഡ് എൻ്റെ അളവ് മാറ്റി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ മെഷർ ദ സൈഡ്സ് യൂസിങ് റൂളർ ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. അപ്പോൾ റൂളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്നും അളന്ന് നോക്കിയിട്ട് ആ ടേബിളിലൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെയിലുണ്ട്, ബുക്ക് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഫിഗർ എടുക്കുക, അതിൻ്റെ ഫസ്റ്റ് സൈഡ് എത്രയാണെന്ന് സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക, അത് എഴുതുക. സെക്കൻഡ് സൈഡ് എത്രയാണെന്ന് നോക്കുക, എഴുതുക. തേർഡ് സൈഡ് എത്രയാണെന്ന് നോക്കുക, എഴുതുക. ഫോർത്ത് സൈഡ് എത്രയാണെന്നൊക്കെ എഴുതുക. അതുപോലെ നമ്മുടെ റെക്റ്റാങ്കിൾ 2ഉം 3ഉം 4ഉം ഒക്കെ എഴുതി വെക്കുക. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ മെഷർമെൻറ്റ്? ഈ ഒരു മെഷർമെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം കുട്ടികളെ. ആദ്യത്തെ 2 എണ്ണം നമ്മുടെ റെക്റ്റാങ്കിൾ ആണ്. കാരണം അവിടെ ഓപ്പോസിറ്റ്, എനിക്കറിയില്ല നിങ്ങൾക്ക് അളന്ന് നോക്കുമ്പോൾ എത്രയാണ് കിട്ടിയിട്ടില്ലെന്ന്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സൊക്കെ ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫിഗർ എടുത്തു കഴിഞ്ഞാൽ സൈഡ് 1 തന്നെയായിരിക്കും സൈഡ് 4, സൈഡ് 2 ആയിരിക്കും സൈഡ് 3. ഇത് സൈഡ് 2ൻ്റെയും 3ൻ്റെയും അളവ് സെയിം ആയിരിക്കും. സൈഡ് 1ൻ്റെയും 4ൻ്റെ അളവ് സെയിം ആയിരിക്കും. രണ്ടാമത്തെ ചിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് 1ൻ്റെയും 4ൻ്റെയും സെയിം ആയിരിക്കും. സൈഡ് 2ൻ്റെയും സൈഡ് 3യുടെയും സെയിം ആയിരിക്കും. ഇനി മൂന്നാമത്തെ ചിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് 1ഉം സൈഡ് 2ഉം സൈഡ് 3യും സൈഡ് 4ഉം സെയിം ആയിരിക്കും. കാരണം അത് സ്ക്വയർ ആയിട്ടാണല്ലേ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സൈഡ്, എനിക്കങ്ങനെയാണ് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അളന്ന് നോക്കുക. ഇനി വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ സ്പെഷ്യൽ റെക്റ്റാങ്കിൾ എന്താണ്? വി ഹാവ് സീൻ ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾ. ലുക്ക് അറ്റ് ദ തേർഡ് ആൻഡ് ഫോർത്ത് റെക്റ്റാങ്കിൾസ് അഗെയിൻ. മൂന്നാമത്തെയും 4ാമത്തെ റെക്റ്റാങ്കിൾസ് ഒന്ന് നോക്കുക. ടേക്ക് ഈർക്കിൾ ബിറ്റ്സ് ടു മേക്ക് സച്ച് റെക്റ്റാങ്കിൾ. 1 കോർണർ ഓഫ് എ റെക്റ്റാങ്കിൾ ഷീറ്റ് ഓഫ് പേപ്പർ ഈസ് കട്ട് ഓഫ്. ഹൗ മെനി കോർണേഴ്സ് ഡസ് ഇറ്റ് ഹാവ് നൗ? അതായത് ഒരു റെക്റ്റാങ്കിളുടെ ഒരു കോർണർ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കോർണേഴ്സ് ഇപ്പോൾ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ
ചോദിച്ചിട്ടുള്ളത്. അടുത്തത് വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ലെങ്ത് ഓഫ് ഈർക്കിൾ ബിറ്റ്സ് യു ടുക്ക്. അപ്പം നിങ്ങൾ എടുത്തിട്ടുള്ള ഈർക്കിൾ ബിറ്റ്സിൻ്റെ ലെങ്ത് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, മൂന്നാമത്തെ നാലാമത്തെ ചിത്രം സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ പ്രത്യേകത 4 വശം ഉണ്ടായിരിക്കും. ആ 4 വശവും എന്താണ്? സെയിം ആയിരിക്കും. അതുപോലെ 4 കോർണേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ നമ്മുടെ ആ റൈറ്റ് ഡൗൺ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ സ്ക്വയർ എന്നുള്ളതിൽ കൊടുക്കുക. അപ്പോൾ അതിനു മുന്നേ നമുക്ക് സ്ക്വയർ എന്താണെന്ന് വായിച്ചു നോക്കാം. റെക്റ്റാങ്കിൾ വിത്ത് ഓൾ 4 സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ഈസ് കോൾഡ് സ്ക്വയർ. അതായത് 4 വശം ഉണ്ടായിരിക്കും. ആ 4 വശവും സെയിം ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്വയർ എന്ന് പറയുന്നത്. ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾസ്. എല്ലാ സ്ക്വയേഴ്സിനും നമ്മൾ റെക്റ്റാങ്കിൾസ് എന്ന് പറയും. ബട്ട് ഓൾ റെക്റ്റാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്. പക്ഷെ എല്ലാ റെക്റ്റാങ്കിൾസും എന്തല്ല? സ്ക്വയേഴ്സ് അല്ല കേട്ടോ. അടുത്തത് സ്ക്വയേഴ്സ് വിത്ത് റെക്റ്റാങ്കിൾ. അപ്പോൾ ഡ്രോ സിംഗിൾ ലൈൻ ഇൻസൈഡ് ദിസ് റെക്റ്റാങ്കിൾ ടു ഡ്രോ എ സ്ക്വയർ. ഒരു സിംഗിൾ ലൈൻ വരയ്ക്കുക ഇൻസൈഡ് ദിസ് ടു ഡ്രോ എ സ്ക്വയർ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് അല്ലേ, ആ ഒരു സിംഗിൾ ലൈൻ വരച്ചിട്ട് ഇതിനെ സ്ക്വയർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ സിമ്പിളാണ് മക്കളെ. ഈ ഒരു ലെഫ്റ്റ് സൈഡ് അളവെടുക്കുക. ഈ ഒരു വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന അതിൻ്റെ അളവെടുത്തിട്ട് അത് ഈ ഒരു റൈറ്റ് സൈഡ്, അതായത് ഈ ഒരു പോർഷൻ, ഈ ഒരു ലൈനില്ലേ നമ്മുടെ ഈ മേലത്തെ ഈ ലൈന്, അതിലേക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു ഡോട്ട് ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് അടിയിലേക്ക് ഒരു ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എക്സാമ്പിളായിട്ട് ഇങ്ങനെ ഒരു വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അത് അത് എഴുതിയാൽ മതി. അടുത്തത് മേക്ക് എ ക്യൂബ്. ഡ്രോ സ്ക്വയർ ആസ് ഷോൺ ബിലോ ഇൻ എ തിക്ക് ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് കട്ട് ഇറ്റ് വിത്ത് ടീച്ചേഴ്സ് ഹെൽപ്പ്. മേക്ക് എ ക്യൂബ്. അപ്പോൾ ഈ ഷേപ്പിലൊക്കെ ഒന്ന് വരച്ച് വെക്കുക, കട്ട് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അത് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് എന്തായി കിട്ടും? ക്യൂബ് ഷേപ്പായിട്ട് കിട്ടും. അടുത്തത് ജിയോ ബോർഡാണ്. മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് യൂസിങ് റബ്ബർ ബാൻഡ്സ് ഓൺ ദ ജിയോ ബാൻഡ് ഇൻ ദ മാത്ലാബ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കിളും സ്ക്വയേഴ്സ് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതാക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെയും ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഫിഗർ ഈസ് ഗോട്ട് ബൈ ലൂപ്പിംഗ് എ റബ്ബർ ബാൻഡ് അറൗണ്ട് എ പെഗ് ആൻഡ് 3 പെഗ് നിയറസ്റ്റ് ടു ഇറ്റ്. അതായത് വാട്ട് ഫിഗർ ഈസ് ഗോട്ട് ബൈ ലൂപ്പിംഗ് എ റബ്ബർ ബാൻഡ് അറൗണ്ട് എ പെഗ് ആൻഡ് 3 പെഗ് നിയറസ്റ്റ് ടു ഇറ്റ്. അപ്പോൾ അതിൻ്റെ അവിടെ ഏത് ഫിഗറാണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് മാത്ത് ക്ലബ്ബാണ്. സി ഹൗ ദേ ഹാവ് ഡെക്കറേറ്റഡ് ദ ക്ലാസ് റൂം ഫോർ ദ മാത്ത് ക്ലബ് ഇനോഗ്രേഷൻ. ഒരു മാത്ത് ക്ലബ് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അവർ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം കൊണ്ട നമ്മൾ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ അടിയിൽ സർക്കിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യൂബ് ഉണ്ട്. വാട്ട് ഓൾ ഷേപ്സ് ആർ ദർ എമംഗ് ദം. അതിൽ എന്തൊക്കെ ഷേപ്സ് ഉണ്ട്? ദ പിക്ചർ ബിലോ ഷോ സം ഓഫ് ദീസ് ഷേപ്സ്. റൈറ്റ് ദ നെയിം ഓഫ് ഈച്ച് അണ്ടർ ഇറ്റ്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇതിൻ്റെയൊക്കെ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ നെയിം തന്നെയാണ് നമ്മൾ ഇവിടെ ചോദിച്ചതിലും പറയേണ്ടത്. അടുത്തത് ലെറ്റസ് ഫൈൻഡ് ഔട്ട് ആണ്. ക്ലാസിഫൈ വേരിയസ് ഫെമിലിയർ ഒബ്ജക്റ്റ് സീൻ അറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റും കാണുന്ന വേരിയസ് ആയിട്ടുള്ള ഫെമിലിയർ ഒബ്ജക്റ്റ് ക്ലാസിഫൈ ചെയ്യുക അക്കോർഡിംഗ് ടു ദെയർ ഷേപ്പ്. അതിൻ്റെ ഷേപ്പിൻ്റെ ബേസിസിൽ റൈറ്റ് ദ നെയിംസ് ഓഫ് ദീസ് ഒബ്ജക്റ്റ് ആൾസോ. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പേരും കൂടി എഴുതണം. അപ്പോൾ റെക്റ്റാങ്കുലർ, ബ്ലോക്ക്, സ്ഫിയർ, ക്യൂബ്, കോണ് ഇതൊക്കെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് ടാൻഗ്രാം ആണ്. ദ കവർ പേജ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ഷോ വേരിയസ് ഫിഗേഴ്സ് ഫോംഡ് യൂസിങ് ദ ഷേപ്പ് ഷോൺ ബിലോ. മേക്ക് ന്യൂ ഫിഗേഴ്സ് യൂസിങ് ദീസ് പീസസ് ഓഫ് ടാൻഗ്രാം. അപ്പോൾ ഒരു ടാൻഗ്രാം ഉപയോഗിച്ചിട്ട് പുതിയ ഫിഗേഴ്സൊക്കെ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്തത് ടിക്ക് ചെയ്യാനാണ്. ടിക്ക് ദ റെക്റ്റാങ്കിൾസ് ഇൻ ദ ഫിഗേഴ്സ് ബിലോ. തന്നിട്ടുള്ളതിൽ ഏതാണ് റെക്റ്റാങ്കിൾസിന് ടിക്ക് ചെയ്യുക. കളർ ദ സ്ക്വയർ വിത്ത് റെഡ്. സ്ക്വയറിന് നമ്മൾ റെഡ് കളർ കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ഫിഗറാണ് റെക്റ്റാങ്കിൾ ആയിട്ട് വരുന്നത് അല്ലേ. ടിക്ക് ദ റെക്റ്റാങ്കിൾസ് ഇൻ ദ ഫിഗർ ബിലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തത് സ്ക്വയർ ഈസ് എ റെക്റ്റാങ്കിൾ എന്ന് പറയാം, പക്ഷെ റെക്റ്റാങ്കിൾ ഈസ് എ സ്ക്വയർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ 2ഉം 3ഉം നമുക്ക് ടിക്ക് ചെയ്യാം. സ്ക്വയർ എന്ന് പറയുന്നതിന് റെഡ് കളർ കൊടുക്കാം.
നോക്കാം. അടുത്തത് മനു ഈസ് മേക്കിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ്. മനു ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. ഹി പേസ്റ്റഡ് കളേർഡ് സ്ട്രിങ് അലോങ് ഓൾ 4 sides ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 8 cm. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? കളേർഡ് സ്ട്രിങ് അലോങ് 4 sides ഓഫ് സ്ക്വയർ ഓഫ് 8 cm. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് യൂസ്ഡ്? അതായത് സ്ക്വയറിൻ്റെ ഒരു വശം 8 cm ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ലെങ്ത് എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു ലെങ്ത് 8 cm. അങ്ങനത്തെ 4 ലെങ്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പം നിങ്ങളൊന്ന് നോക്കുക. ഈ സ്ക്വയർ ഇപ്പോൾ ഒരു 8 cm നോക്കുക. ഇവിടെ ഒരു വശം 8, ഇപ്പുറത്തെ ഒരു വശം 8, ഇപ്പുറത്തെ ഒരു വശം 8, ഇപ്പുറത്തെ ഒരു വശം 8. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്രയാ? 8+8+8+8 എന്നുള്ളതല്ലേ ടോട്ടൽ ലെങ്ത് വരിക. അടുത്തത് ഡ്രോ എ റെക്റ്റാങ്കിൾ ഇൻ ദ നോട്ട്ബുക്ക് യൂസിങ് എ റെക്റ്റാങ്കിൾ കാർഡ്. അതായത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നോട്ട്ബുക്കിൽ ഒരു റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ചിട്ട് draw squares on both the shorter and longer sides using a ruler. അപ്പോൾ ഒരു സ്ക്വയേഴ്സ് വരയ്ക്കാൻ ഷോർട്ടർ ആയിട്ടും ലോങ്ങർ ആയിട്ടും ഒരു റൂളർ വെച്ചിട്ട് മെഷർ ദെയർ സൈഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പോൾ നിങ്ങളോട് അതിൻ്റെ സൈഡ്സൊക്കെ മെഷർ ചെയ്തിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ചതും സ്ക്വയർ കാർഡ് നമുക്കറിയാം. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെങ്ത് ഒരു 5 cm ബ്രെഡ്ത്ത് ഒരു 3 cm കൊടുത്ത് റെക്റ്റാങ്കിൾ വരയ്ക്കാം. 4 വശം 4 sides വരുന്ന രീതിയിൽ സ്ക്വയർ വരയ്ക്കുക. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഡ്രോ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് സം ഫിഗേഴ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദം ക്യാൻ ബി യൂസ് ടു ഡ്രോ എ റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിളായിട്ട് നമുക്ക് എന്തൊക്കെ ഡ്രോ ചെയ്യാം? അപ്പോൾ അതിന് മുന്നേ ഞാൻ റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞുതരാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 5, 8 അഗെയിൻ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്നതാണ് മൂന്നാമത്തെ. അത് 6 അപ്പോൾ അത് പറ്റുമോ? അത് പറ്റില്ല. അടുത്തത് 5, 6 അഗെയിൻ ഓപ്പോസിറ്റ് സൈഡ്. 5ൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്നത് മൂന്നാമത്തെ. അത് 7 വന്നത്. അത് പറ്റില്ല. അടുത്ത് നോക്കുക 5, 8 5, 8 അത് പറ്റുമോ അല്ലേ? 8, 8 5, 8 അത് പറ്റുമോ? ഇല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ലെങ്ത് ബിലോ കനോട്ട് ബി യൂസ് ടു ഡ്രോ എ സ്ക്വയർ? സ്ക്വയർ ആയിട്ട് വരയ്ക്കാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 8. ഓരോ സൈഡും 8 cm. അത് നമുക്ക് വരയ്ക്കാൻ പറ്റൂല്ലേ? കാരണം സ്ക്വയറിൻ്റെ പ്രത്യേകത 4 വശവും സെയിം ആണ്. അടുത്ത ബി 5, 5 5 5 അതും വരയ്ക്കാൻ പറ്റും. 4 വശവും സെയിം ആണ്. അടുത്തത് ഓൾ 4 sides 6 അതും വരയ്ക്കാൻ പറ്റും. എല്ലാ വശവും 6 ആണ്. അടുത്തത് 5, 5 6 6 അത് വരയ്ക്കാൻ പറ്റുമോ? അത് വരയ്ക്കാൻ പറ്റില്ല. കാരണം 2 വശം അതൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം അത് പറ്റില്ല കേട്ടോ. അപ്പം അടുത്തൊരു പാറ്റേൺ. ആദ്യത്തേതിൽ റൈറ്റ് സൈഡ് മുകളിൽ, അടുത്തത് റൈറ്റ് സൈഡ് അടിയിൽ, മൂന്നാമത്തത് ലെഫ്റ്റ് സൈഡ് അടിയിൽ, നാലാമത്തെ പിക്ചർ എന്താ? ലെഫ്റ്റ് സൈഡിൽ തന്നെ മുകളിൽ കുഞ്ഞ് സ്ക്വയർ വരും. അത്രയേ ഉള്ളൂ. അടുത്തതും അങ്ങനത്തെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാ വരിക? ആൻസർ തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി വരച്ചു കൊടുക്കണമെങ്കിൽ വരച്ചു കൊടുക്കുക. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഷേപ്സിനെ പറ്റി പഠിക്കുക. മെയിനായിട്ട് റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിക്കുക. ഇതുപോലത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ക്ലാസ് 4 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ഓർഡർ വൈസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.